ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്ന് മുതൽ ഒരു റമദാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡയറ്റ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാസമാണ് നമ്മുടെ ഈ ഒരു പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം. അപ്പോൾ ഈ ഒരു മാസം നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യം മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ അതിന് നിൽക്കാറില്ല. നമ്മൾ അത്രയും സമയം പട്ടിണി നടന്നാലും മഗ്‌രിബിന്റെ സമയത്ത് എത്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ എണ്ണയിൽ വറുത്തും പൊരിച്ചും കരിച്ചും ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് കൂടുതലായിട്ട് കഴിക്കും. എന്തിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് കേട്ടോ നമുക്കൊരു ഓയിൽ ഫ്രീ സ്നാക്സ് തന്നെ തുടങ്ങാൻ വിചാരിച്ചത്. ഇന്ന് മുതൽ ബാക്കി വരുന്ന 29 ദിവസം നമ്മൾ ഓരോ ഡിഷസ് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇന്ന് നമ്മളൊരു ഇറാനി പോളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്ക് മൈദയോ ആട്ടപ്പൊടിയോ അതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആട്ടപ്പൊടി കൊണ്ട് വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു ഡോ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു ഡോ നമുക്ക് 2 പീസാക്കി മാറ്റിയിട്ട് ആദ്യം ഒരു പീസ് നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ പരത്തുമ്പോൾ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ആവുമെങ്കിലും അത് എങ്ങനെയെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ എടുക്കണം കേട്ടോ. ഞാൻ കുറേ സമയത്തിന് കഷ്ടപ്പെട്ടിട്ട് ഏകദേശം റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാനിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, അത് റൗണ്ട് ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇട്ടമാരിയാണ് ഇട്ടുകണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യമൊക്കെ പരത്തി സെറ്റാക്കേണ്ടി വരും കേട്ടോ. ഇവിടുന്ന് ഇട്ടത് തന്നെ തല തിരിഞ്ഞിട്ട് നമ്മൾ അത് ആദ്യമൊക്കെ പരത്തേണ്ടി വരും. പിന്നെ ഞാൻ ഒരുവിധം ശ്രമിച്ച് എന്തായാലും അത് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിങ് വെക്കണം. ഫില്ലിങ് നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് വെച്ചാൽ അത് വെക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളിയും തക്കാളിയും അതേമാതിരി കിഴങ്ങും ചിക്കനും ഇട്ടുകൊണ്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെറും നമ്മുടെ ഷവർമ മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ഒരു ഡോ ഉണ്ടല്ലോ അത് നമുക്കൊരു സ്ക്വയർ ടൈപ്പിൽ വേണം കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്. ഒരു സ്ക്വയർ ടൈപ്പിൽ പരത്തിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കണം. അതായത് നമ്മൾ ഓരോ സ്ലൈഡായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഈ സ്ലൈഡുകൾ നമുക്ക് ഈ ഒരു ബാറ്ററിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. അത് വെച്ച് കൊടുക്കുമ്പോൾ ആ 2 സൈഡും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഇത്രേ ഉള്ളൂ. ഇതുമ്പോൾ നമ്മുടെ പരിപാടി കഴിയാണ്. ഇനി അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കുറച്ച് എണ്ണയും തൂക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റ് മതിയാവട്ടോ നമുക്കിത് വേവാനായിട്ട്. വല്ലാതെ തിന്നാക്കിയിട്ടല്ലേ നമ്മൾ മൈദ പരത്തിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റോളം മതി. പിന്നെ അത് താഴെ ഒരു പാത്രം കൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നാളെ നമുക്ക് വേറൊരു ഡിഷ് കൊണ്ട് വരണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു സീരീസിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്